ഉൽപ്പത്തി അധ്യായം 29. പിന്നെ യാക്കോബ് പ്രയാണം ചെയ്ത് കിഴക്കരുടെ ദേശത്തെത്തി. അവൻ വെളിമ്പ്രദേശത്ത് ഒരു കിണർ കണ്ടു. അതിനരികെ 3 ആട്ടിൻകൂട്ടം കിടക്കുന്നു. ആ കിണറ്റിൽ നിന്നായിരുന്നു ആട്ടിൻകൂട്ടങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നത്. എന്നാൽ കിണറ്റിൻ്റെ വായ്ക്കലുള്ള കല്ല് വലുതായിരുന്നു. ആ സ്ഥലത്ത് കൂട്ടങ്ങളൊക്കെ കൂടുകയും അവർ കിണറ്റിൻ്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടി ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും കല്ല് കിണറ്റിൻ്റെ വായ്ക്കൽ അതിൻ്റെ സ്ഥലത്ത് തന്നെ തിരികെ വയ്ക്കുകയും ചെയ്യും. യാക്കോബ് അവരോട്, സഹോദരന്മാരെ, നിങ്ങൾ എവിടുത്തുകാർ എന്ന് ചോദിച്ചതിന്, ഞങ്ങൾ ഹാരാന്യർ എന്ന് അവർ പറഞ്ഞു. അവൻ അവരോട്, നിങ്ങൾ നാഹോരിൻ്റെ മകനായ ലാബാനെ അറിയുമോ എന്ന് ചോദിച്ചതിന്, അറിയും എന്നവർ പറഞ്ഞു. അവൻ അവരോട്, അവൻ സുഖമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. സുഖം തന്നെ. അവൻ്റെ മകൾ റാഹേൽ അതാ ആടുകളോടുകൂടെ വരുന്നു എന്ന് അവർ അവനോട് പറഞ്ഞു. പകൽ ഇനിയും വളരെയുണ്ടല്ലോ, കൂട്ടം ഒന്നിച്ചു കൂടുന്ന നേരമായിട്ടില്ല. ആടുകൾക്ക് വെള്ളം കൊടുത്തു കൊണ്ടുപോയി തീറ്റുവിൻ എന്ന് അവൻ പറഞ്ഞതിന് അവർ, കൂട്ടങ്ങളൊക്കെയും കൂടുവോളം ഞങ്ങൾക്ക് വഹിയ. അവർ കിണറ്റിൻ്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടും, പിന്നെ ഞങ്ങൾ ആടുകൾക്ക് വെള്ളം കൊടുക്കും എന്ന് പറഞ്ഞു. അവൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ റാഹേൽ തൻ്റെ അപ്പൻ്റെ ആടുകളോട് കൂടെ വന്നു. അവളായിരുന്നു അവയെ മേയിച്ചു വന്നത്. തൻ്റെ അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ മകൾ റാഹേലിനെയും അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ് അടുത്തു ചെന്ന് കിണറ്റിൻ്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടി അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ ആടുകൾക്ക് വെള്ളം കൊടുത്തു. യാക്കോബ് റാഹേലിനെ ചുംബിച്ച് പൊട്ടിക്കരഞ്ഞു. താൻ അവളുടെ അപ്പൻ്റെ സഹോദരനെന്നും റിബേക്കായുടെ മകനെന്നും യാക്കോബ് റാഹേലിനോട് പറഞ്ഞു. അവൾ ഓടിച്ചെന്ന് തൻ്റെ അപ്പനെ അറിയിച്ചു. ലാബാൻ തൻ്റെ സഹോദരിയുടെ മകനായ യാക്കോബിൻ്റെ വസ്തുത കേട്ടപ്പോൾ അവനെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് അവനെ ആലിംഗനം ചെയ്ത് ചുംബിച്ച് വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. അവൻ ലാബാനോട് വിവരമൊക്കെയും പറഞ്ഞു. ലാബാൻ അവനോട്, നീ എൻ്റെ അസ്ഥിയും മാംസവും തന്നെ എന്ന് പറഞ്ഞു. അവൻ 1 മാസക്കാലം അവൻ്റെ അടുക്കൽ പാർത്തു. പിന്നെ ലാബാൻ യാക്കോബിനോട്, നീ എൻ്റെ സഹോദരനാകൊണ്ട് വെറുതെ എന്നെ സേവിക്കണമോ? നിനക്ക് എന്ത് പ്രതിഫലം വേണം? എന്നോട് പറക എന്ന് പറഞ്ഞു. എന്നാൽ ലാബാന് 2 പുത്രിമാർ ഉണ്ടായിരുന്നു. മൂത്തവൾക്ക് ലേയ എന്നും ഇളയവൾക്ക് റാഹേൽ എന്നും പേർ. ലേയായുടെ കണ്ണ് ശോഭ കുറഞ്ഞതായിരുന്നു. റാഹേലോ സുന്ദരിയും മനോഹര രൂപിണിയുമായിരുന്നു. യാക്കോബ് റാഹേലിനെ സ്നേഹിച്ചു. നിന്റെ ഇളയ മകൾ റാഹേലിനു വേണ്ടി ഞാൻ 7 സംവത്സരം നിന്നെ സേവിക്കാം എന്ന് പറഞ്ഞു. അതിന് ലാബാൻ, ഞാൻ അവളെ അന്യപുരുഷന് കൊടുക്കുന്നതിലും നിനക്ക് തരുന്നത് നല്ലത്. എന്നോടുകൂടെ പാർക്ക എന്ന് പറഞ്ഞു. അങ്ങനെ യാക്കോബ് റാഹേലിനു വേണ്ടി 7 സംവത്സരം സേവ ചെയ്തു. അവൻ അവളെ സ്നേഹിക്കൊണ്ട് അതവന് അല്പകാലം പോലെ തോന്നി. അനന്തരം യാക്കോബ് ലാബാനോട്, എൻ്റെ സമയം തികഞ്ഞിരിക്കയാൽ ഞാൻ എൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുവാൻ അവളെ തരേണം എന്ന് പറഞ്ഞു. അപ്പോൾ ലാബാൻ ആ സ്ഥലത്തെ ജനങ്ങളെ എല്ലാം ഒന്നിച്ചു കൂട്ടി ഒരു വിരുന്ന് കഴിച്ചു. എന്നാൽ രാത്രിയിൽ അവൻ തൻ്റെ മകൾ ലേയയെ കൂട്ടി അവൻ്റെ അടുക്കൽ കൊണ്ടുപോയി ആക്കി. അവൻ അവളുടെ അടുക്കൽ ചെന്നു. ലാബാൻ തൻ്റെ മകൾ ലേയയ്ക്ക് തൻ്റെ ദാസി സിൽപ്പായെ ദാസിയായി കൊടുത്തു. നേരം വെളുത്തപ്പോൾ അത് ലേയ എന്ന് കണ്ട് അവൻ ലാബാനോട്, നീ എന്നോട് ചെയ്തതെന്ത്? റാഹേലിനു വേണ്ടിയല്ലയോ ഞാൻ നിന്നെ സേവിച്ചത്? നീ എന്തിനെന്നെ ചതിച്ചു എന്ന് പറഞ്ഞു. അതിന് ലാബാൻ, മൂത്തവൾക്ക് മുമ്പേ ഇളയവളെ കൊടുക്ക, ഞങ്ങളുടെ ദിക്കിൽ നടപ്പില്ല. ഇവളുടെ ആഴ്ചവട്ടം നിവർത്തിക്ക. എന്നാൽ നീ ഇനിയും 7 സംവത്സരം എൻ്റെ അടുക്കൽ ചെയ്യുന്ന സേവയ്ക്ക് വേണ്ടി ഞങ്ങൾ അവളെയും നിനക്ക് തരാം എന്ന് പറഞ്ഞു. യാക്കോബ് അങ്ങനെ തന്നെ ചെയ്തു. അവളുടെ ആഴ്ചവട്ടം നിവർത്തിച്ചു. അവൻ തൻ്റെ മകൾ റാഹേലിനെയും അവന് ഭാര്യയായി കൊടുത്തു. തൻ്റെ മകൾ റാഹേലിന് ലാബാൻ തൻ്റെ ദാസി ബിൽഹായെ ദാസിയായി കൊടുത്തു. അവൻ റാഹേലിൻ്റെ അടുക്കലും ചെന്നു.
റാഹേലിനെ ലേയേക്കാൾ അധികം സ്നേഹിച്ചു. പിന്നെയും 7 സംവത്സരം അവൻ്റെ അടുക്കൽ സേവ ചെയ്തു. ലേയ അനിഷ്ട എന്ന് യഹോവ കണ്ടപ്പോൾ അവളുടെ ഗർഭത്തെ തുറന്നു. റാഹേലോ മച്ചിയായിരുന്നു. ലേയ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. യഹോവ എൻ്റെ സങ്കടം കണ്ടു, ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും എന്ന് പറഞ്ഞ് അവൾ അവന് രൂബേൻ എന്ന് പേരിട്ടു. അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അനിഷ്ട എന്ന് യഹോവ കേട്ടതുകൊണ്ട് ഇവനെയും എനിക്ക് തന്നു എന്ന് പറഞ്ഞ് അവന് ശിമയോൻ എന്ന് പേരിട്ടു. അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ ഈ സമയം എൻ്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരും, ഞാൻ അവന് 3 പുത്രന്മാരെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൾ അവന് ലേവി എന്ന് പേരിട്ടു. അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കും എന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ട് അവൾ അവന് യഹൂദ എന്ന് പേരിട്ടു. പിന്നെ അവൾക്ക് പ്രസവം നിന്നു. ഉൽപ്പത്തി അധ്യായം 30. താൻ യാക്കോബിന് മക്കളെ പ്രസവിക്കുന്നില്ല എന്ന് റാഹേൽ കണ്ടു. തൻ്റെ സഹോദരിയോട് അസൂയപ്പെട്ട് യാക്കോബിനോട്, എനിക്ക് മക്കളെ തരേണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബിന് റാഹേലിനോട് കോപം ജ്വലിച്ചു. നിനക്ക് ഗർഭഫലം തരാതിരിക്കുന്ന ദൈവത്തിൻ്റെ സ്ഥാനത്തോ ഞാൻ എന്ന് പറഞ്ഞു. അതിന് അവൾ, എൻ്റെ ദാസി ബിൽഹ ഉണ്ടല്ലോ, അവളുടെ അടുക്കൽ ചെല്ലുക, അവൾ എൻ്റെ മടിയിൽ പ്രസവിക്കട്ടെ, അവളാൽ എനിക്കും മക്കളുണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ തൻ്റെ ദാസി ബിൽഹായെ അവന് ഭാര്യയായി കൊടുത്തു. യാക്കോബ് അവളുടെ അടുക്കൽ ചെന്നു. ബിൽഹ ഗർഭം ധരിച്ച് യാക്കോബിന് ഒരു മകനെ പ്രസവിച്ചു. അപ്പോൾ റാഹേൽ, ദൈവം എനിക്ക് ന്യായം നടത്തി എൻ്റെ അപേക്ഷ കേട്ട് എനിക്കൊരു മകനെ തന്നു എന്ന് പറഞ്ഞ് അതുകൊണ്ടവന് ദാൻ എന്ന് പേരിട്ടു. റാഹേലിൻ്റെ ദാസി ബിൽഹ പിന്നെയും ഗർഭം ധരിച്ചു. യാക്കോബിന് രണ്ടാമതൊരു മകനെ പ്രസവിച്ചു. ഞാൻ എൻ്റെ സഹോദരിയോട് വലിയൊരു പോർ പൊരുതി ജയിച്ചുമിരിക്കുന്നു എന്ന് റാഹേൽ പറഞ്ഞ് അവന് നഫ്താലി എന്ന് പേരിട്ടു. തനിക്ക് പ്രസവം നിന്നുപോയി എന്ന് ലേയ കണ്ടാറെ തൻ്റെ ദാസി സിൽപ്പായെ വിളിച്ച് അവളെ യാക്കോബിന് ഭാര്യയായി കൊടുത്തു. ലേയയുടെ ദാസി സിൽപ്പ യാക്കോബിന് ഒരു മകനെ പ്രസവിച്ചു. അപ്പോൾ ലേയ ഭാഗ്യം എന്ന് പറഞ്ഞ് അവന് ഗാദ് എന്ന് പേരിട്ടു. ലേയയുടെ ദാസി സിൽപ്പ യാക്കോബിന് രണ്ടാമതൊരു മകനെ പ്രസവിച്ചു. ഞാൻ ഭാഗ്യവതി, സ്ത്രീകൾ എന്നെ ഭാഗ്യവതി എന്ന് പറയും എന്ന് ലേയ പറഞ്ഞു. അവന് ആശേർ എന്ന് പേരിട്ടു. കോതമ്പ് കൊയ്ത്ത് കാലത്ത് രൂബേൻ പുറപ്പെട്ട് വയലിൽ ദൂദായിപ്പഴം കണ്ടു. തൻ്റെ അമ്മയായ ലേയയുടെ അടുക്കൽ കൊണ്ടുവന്നു. റാഹേൽ ലേയയോട്, നിന്റെ മകൻ്റെ ദൂദായിപ്പഴം കുറെ എനിക്ക് തരേണം എന്ന് പറഞ്ഞു. അവൾ അവളോട്, നീ എൻ്റെ ഭർത്താവിനെ എടുത്തത് പോരായോ? എൻ്റെ മകൻ്റെ ദൂദായിപ്പഴവും കൂടെ വേണമോ എന്ന് പറഞ്ഞതിന് റാഹേൽ, ആകട്ടെ, നിന്റെ മകൻ്റെ ദൂദായിപ്പഴത്തിനു വേണ്ടി ഇന്ന് രാത്രി അവൻ നിന്നോടുകൂടെ ശയിച്ചുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. യാക്കോബ് വൈകുന്നേരം വയലിൽ നിന്ന് വരുമ്പോൾ ലേയ അവനെ എതിരേറ്റു ചെന്നു. നീ എൻ്റെ അടുക്കൽ വരേണം, എൻ്റെ മകൻ്റെ ദൂദായിപ്പഴം കൊണ്ട് ഞാൻ നിന്നെ കൂലിക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് രാത്രി അവൻ അവളോട് കൂടെ ശയിച്ചു. ദൈവം ലേയയുടെ അപേക്ഷ കേട്ടു. അവൾ ഗർഭം ധരിച്ച് യാക്കോബിന് 5ാമതൊരു മകനെ പ്രസവിച്ചു. അപ്പോൾ ലേയ, ഞാൻ എൻ്റെ ദാസിയെ എൻ്റെ ഭർത്താവിന് കൊടുത്തതുകൊണ്ട് ദൈവം എനിക്ക് കൂലി തന്നു എന്ന് പറഞ്ഞ് അവന് ഇസ്സാഹാർ എന്ന് പേരിട്ടു. ലേയ പിന്നെയും ഗർഭം ധരിച്ച് യാക്കോബിന് 6ാമതൊരു മകനെ പ്രസവിച്ചു. ദൈവം എനിക്ക് ഒരു നല്ല ദാനം തന്നിരിക്കുന്നു, ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോടുകൂടെ വസിക്കും, ഞാൻ അവന് 6 മക്കളെ പ്രസവിച്ചുവല്ലോ എന്ന് ലേയ പറഞ്ഞ് അവന് സെബൂലൂൻ എന്ന് പേരിട്ടു. അതിൻ്റെ ശേഷം അവൾ ഒരു മകളെ പ്രസവിച്ച് അവൾക്ക് ദീന എന്ന് പേരിട്ടു. ദൈവം റാഹേലിനെ ഓർത്തു. ദൈവം അവളുടെ അപേക്ഷ കേട്ട് അവളുടെ ഗർഭത്തെ തുറന്നു. അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ദൈവം എൻ്റെ നിന്ന നീക്കിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവ എനിക്ക് ഇനിയും ഒരു മകനെ തരുമെന്നും പറഞ്ഞ് അവന് യോസഫ് എന്ന് പേരിട്ടു. റാഹേൽ യോസഫിനെ പ്രസവിച്ച ശേഷം യാക്കോബ് ലാബാനോട്,
ഞാൻ എൻ്റെ സ്ഥലത്തേക്കും ദേശത്തേക്കും പോകുവാൻ എന്നെ അയക്കണം. ഞാൻ നിന്നെ സേവിച്ചതിൻ്റെ പ്രതിഫലമായി എൻ്റെ ഭാര്യമാരെയും മക്കളെയും എനിക്ക് തരണം. ഞാൻ പോകട്ടെ. ഞാൻ നിന്നെ സേവിച്ച സേവ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. ലാബാൻ അവനോട്, നിനക്കെന്നോട് ദയയുണ്ടെങ്കിൽ പോകരുതേ. നിന്റെ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു എന്നെനിക്ക് ബോധ്യമായിരിക്കുന്നു. നിനക്ക് എന്ത് പ്രതിഫലം വേണം എന്ന് പറക, ഞാൻ തരാം എന്ന് പറഞ്ഞു. അവൻ അവനോട്, ഞാൻ നിന്നെ എങ്ങനെ സേവിച്ചുവെന്നും നിന്റെ ആട്ടിൻകൂട്ടം എൻ്റെ പക്കൽ എങ്ങനെ ഇരുന്നുവെന്നും നീ അറിയുന്നു. ഞാൻ വരും മുമ്പേ നിനക്കല്പമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു. ഞാൻ കാൽ വച്ചിടത്തൊക്കെയും യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇനി എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി ഞാൻ എപ്പോൾ കരുതും എന്ന് പറഞ്ഞു. ഞാൻ നിനക്ക് എന്തു തരേണം എന്ന് അവൻ ചോദിച്ചതിന് യാക്കോബ് പറഞ്ഞത്, നീ ഒന്നും തരേണ്ട. ഈ കാര്യം നീ ചെയ്തു തന്നാൽ ഞാൻ നിന്റെ ആട്ടിൻകൂട്ടത്തെ ഇനിയും മേയിച്ചു പാലിക്കാം. ഞാൻ ഇന്ന് നിന്റെ എല്ലാ കൂട്ടങ്ങളിലും കൂടി കടന്ന് അവയിൽ നിന്ന് പുള്ളിയും മറവുമുള്ള ആടുകളെയൊക്കെയും ചെമ്മരിയാടുകളിൽ കറുത്തതിനെയൊക്കെയും കോലാടുകളിൽ പുള്ളിയും മറവുമുള്ളതിനെയും വേർതിരിക്കാം. അത് എൻ്റെ പ്രതിഫലമായിരിക്കട്ടെ. നാളെ ഒരിക്കൽ എൻ്റെ പ്രതിഫലം സംബന്ധിച്ച് നീ നോക്കുവാൻ വരുമ്പോൾ എൻ്റെ നീതി തെളിവായിരിക്കും. കോലാടുകളിൽ പുള്ളിയും മറവുമില്ലാത്തതും ചെമ്മരിയാടുകളിൽ കറുത്ത നിറമില്ലാത്തതുമെല്ലാം മോഷ്ടിച്ചതായി എണ്ണാം. അതിന് ലാബാൻ, നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് പറഞ്ഞു. അന്ന് തന്നെ അവൻ വരയും മറവും ഉള്ള മുട്ടാടുകളെയും പുള്ളിയും മറവുമുള്ള പെൺ കോലാടുകളെയൊക്കെയും വെണ്മയുള്ളതിനെയൊക്കെയും ചെമ്മരിയാടുകളിൽ കറുത്ത നിറമുള്ളതിനെയൊക്കെയും വേർതിരിച്ച് അവൻ്റെ പുത്രന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ തനിക്കും യാക്കോബിനും ഇടയിൽ 3 ദിവസത്തെ വഴി അകലം വച്ചു. ലാബാൻ്റെ ശേഷമുള്ള ആട്ടിൻകൂട്ടങ്ങളെ യാക്കോബ് മേയിച്ചു. എന്നാൽ യാക്കോബ് പുന്നവൃക്ഷത്തിൻ്റെയും ബദാം വൃക്ഷത്തിൻ്റെയും അരിഞ്ഞൽ വൃക്ഷത്തിൻ്റെയും പച്ചക്കൊമ്പുകളെ എടുത്ത് അവയിൽ വെള്ള കാണത്തക്കവണ്ണം വെള്ള വരയായി തോലുരിച്ചു. ആടുകൾ കുടിപ്പാൻ വന്നപ്പോൾ അവൻ താൻ തോലുരിച്ച കൊമ്പുകളെ പാത്തികളിലും വെള്ളം പകരുന്ന തൊട്ടികളിലും ആടുകളുടെ മുമ്പിൽ വച്ചു. അവ വെള്ളം കുടിപ്പാൻ വന്നപ്പോൾ ചനയേറ്റു. ആടുകൾ കൊമ്പുകളെ കണ്ടുകൊണ്ട് ചനയേറ്റ് വരയും പുള്ളിയും മറവുമുള്ള കുട്ടികളെ പെറ്റു. ആ ആട്ടിൻകുട്ടികളെ യാക്കോബ് വേർതിരിച്ച് ആടുകളെ ലാബാൻ്റെ ആടുകളിൽ വരയും മറവുമുള്ള എല്ലാറ്റിനും അഭിമുഖമായി നിർത്തി. തൻ്റെ സ്വന്തം കൂട്ടങ്ങളെ ലാബാൻ്റെ ആടുകളോട് ചേർക്കാതെ വേറെയാക്കി. ബലമുള്ള ആടുകൾ ചനയേൽക്കുമ്പോഴൊക്കെയും കൊമ്പുകളെ കണ്ടുകൊണ്ട് ചനയേൽക്കേണ്ടതിന് യാക്കോബ് ആ കൊമ്പുകളെ പാത്തികളിൽ ആടുകളുടെ കണ്ണിനു മുമ്പിൽ വച്ചു. ബലമില്ലാത്ത ആടുകൾ ചനയേൽക്കുമ്പോൾ അവയെ വച്ചില്ല. അങ്ങനെ ബലമില്ലാത്തവ ലാബാനും ബലമുള്ളവ യാക്കോബിനുമായിത്തീർന്നു. അവൻ മഹാസമ്പന്നനായി. അവന് വളരെ ആടുകളും ദാസീദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടാകുകയും ചെയ്തു. ഉൽപ്പത്തി അധ്യായം 31. എന്നാൽ ഞങ്ങളുടെ അപ്പനുള്ളതൊക്കെയും യാക്കോബ് എടുത്തു കളഞ്ഞു. ഞങ്ങളുടെ അപ്പൻ്റെ വക കൊണ്ട് അവൻ ഈ ധനമൊക്കെയും സമ്പാദിച്ചു എന്ന് ലാബാൻ്റെ പുത്രന്മാർ പറഞ്ഞ വാക്കുകളെ അവൻ കേട്ടു. യാക്കോബ് ലാബാൻ്റെ മുഖത്ത് നോക്കിയാറെ അത് തൻ്റെ നേരെ മുമ്പേ ഇരുന്നതുപോലെ അല്ല എന്ന് കണ്ടു. അപ്പോൾ യഹോവ യാക്കോബിനോട്, നിന്റെ പിതാക്കന്മാരുടെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കലേക്കും മടങ്ങിപ്പോകാം. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്നരുളി ചെയ്തു. യാക്കോബ് ആളയച്ച് റാഹേലിനെയും ലേയെയും വയലിൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിൻ്റെ അടുക്കൽ വിളിപ്പിച്ചു. അവരോട് പറഞ്ഞത്, നിങ്ങളുടെ അപ്പൻ്റെ മുഖം എൻ്റെ നേരെ മുമ്പേ പോലെ അല്ല എന്ന് ഞാൻ കാണുന്നു. എങ്കിലും എൻ്റെ അപ്പൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ അപ്പനെ ഞാൻ എൻ്റെ സർവ്വബലത്തോടും കൂടെ സേവിച്ചു എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നിങ്ങളുടെ അപ്പനോ എന്നെ ചതിച്ച് എൻ്റെ പ്രതിഫലം 10 പ്രാവശ്യം മാറ്റി. എങ്കിലും എന്നോട് ദോഷം ചെയ്യുവാൻ ദൈവം അവനെ സമ്മതിച്ചില്ല.
പുള്ളിയുള്ളവ നിന്റെ പ്രതിഫലമായിരിക്കട്ടെ എന്ന് അവൻ പറഞ്ഞു. എങ്കിൽ കൂട്ടമൊക്കെയും പുള്ളിയുള്ള കുട്ടികളെ പെറ്റു. വരയുള്ളവ നിന്റെ പ്രതിഫലം ആയിരിക്കട്ടെ എന്ന് അവൻ പറഞ്ഞു. എങ്കിൽ കൂട്ടമൊക്കെയും വരയുള്ള കുട്ടികളെ പെറ്റു. ഇങ്ങനെ ദൈവം നിങ്ങളുടെ അപ്പൻ്റെ ആട്ടിൻകൂട്ടത്തെ എടുത്ത് എനിക്ക് തന്നിരിക്കുന്നു. ആടുകൾ ചെനയേൽക്കുന്ന കാലത്ത് ഞാൻ സ്വപ്നത്തിൽ ആടുകളിന്മേൽ കയറുന്ന മുട്ടാടുകൾ വരയും പുള്ളിയും മറവുമുള്ളവ എന്ന് കണ്ടു. ദൈവത്തിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ എന്നോട് യാക്കോബേ എന്ന് വിളിച്ചു. ഞാനിതാ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ, നീ തല പൊക്കി നോക്കുക. ആടുകളുടെ മേൽ കയറുന്ന മുട്ടാടുകളൊക്കെയും വരയും പുള്ളിയും മറവുമുള്ളവയല്ലോ. ലാബാൻ നിന്നോട് ചെയ്യുന്നതൊക്കെയും ഞാൻ കണ്ടിരിക്കുന്നു. നീ തൂണിനെ അഭിഷേകം ചെയ്യുകയും എന്നോട് നേർച്ച നേരുകയും ചെയ്ത സ്ഥലമായ ബേഥേലിൻ്റെ ദൈവമാകുന്നു ഞാൻ. ആകയാൽ നീ എഴുന്നേറ്റ് ഈ ദേശം വിട്ട് നിന്റെ ജന്മദേശത്തേക്ക് മടങ്ങിപ്പോക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. റാഹേലും ലേയായും അവനോട് ഉത്തരം പറഞ്ഞത്, അപ്പൻ്റെ വീട്ടിൽ ഞങ്ങൾക്കിനി ഓഹരിയും അവകാശവുമുണ്ടോ? അവൻ ഞങ്ങളെ അന്യരായിട്ടല്ലോ വിചാരിക്കുന്നത്. ഞങ്ങളെ വിറ്റു വിലയുമെല്ലാം തിന്നുകളഞ്ഞുവല്ലോ. ദൈവം ഞങ്ങളുടെ അപ്പൻ്റെ പക്കൽ നിന്ന് എടുത്തു കളഞ്ഞ സമ്പത്തൊക്കെയും ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഉള്ളതല്ലോ. ആകയാൽ ദൈവം നിന്നോട് കൽപ്പിച്ചതൊക്കെയും ചെയ്തു കൊള്ളുക. അങ്ങനെ യാക്കോബ് എഴുന്നേറ്റ് തൻ്റെ ഭാര്യമാരെയും പുത്രന്മാരെയും ഒട്ടകപ്പുറത്ത് കയറ്റി. തൻ്റെ കന്നുകാലികളെയൊക്കെയും താൻ സമ്പാദിച്ച സമ്പത്തൊക്കെയും താൻ പദ്ദൻ അരാമിൽ സമ്പാദിച്ച മൃഗത്തെയൊക്കെയും ചേർത്തുകൊണ്ട് കനാൻ ദേശത്ത് തൻ്റെ അപ്പനായ ഇസ്ഹാക്കിൻ്റെ അടുക്കൽ പോകുവാൻ പുറപ്പെട്ടു. ലാബാൻ തൻ്റെ ആടുകളെ രോമം കത്രിപ്പാൻ പോയിരുന്നു. റാഹേൽ തൻ്റെ അപ്പനുള്ള ഗൃഹവിഗ്രഹങ്ങളെ മോഷ്ടിച്ചു. താൻ ഓടിപ്പോകുന്നത് യാക്കോബ് അരാമ്യനായ ലാബാനോട് അറിയിക്കായികയാൽ അവനെ തോൽപ്പിച്ചായിരുന്നു പോയത്. ഇങ്ങനെ അവൻ തനിക്കുള്ള സകലവുമായി ഓടിപ്പോയി. അവൻ പുറപ്പെട്ട് നദി കടന്നു ഗിലെയാദ് പർവ്വതത്തിന് നേരെ തിരിഞ്ഞു. യാക്കോബ് ഓടിപ്പോയി എന്ന് ലാബാന് 3-ാം ദിവസം അറിവ് കിട്ടി. ഉടനെ അവൻ തൻ്റെ സഹോദരന്മാരെ കൂട്ടിക്കൊണ്ട് 7 ദിവസത്തെ വഴി അവനെ പിന്തുടർന്നു ഗിലെയാദ് പർവ്വതത്തിൽ അവനോടൊപ്പം എത്തി. എന്നാൽ ദൈവം രാത്രി സ്വപ്നത്തിൽ അരാമ്യനായ ലാബാൻ്റെ അടുക്കൽ വന്ന് അവനോട്, നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് കൽപ്പിച്ചു. ലാബാൻ യാക്കോബിനോടൊപ്പം എത്തി. യാക്കോബ് പർവ്വതത്തിൽ കൂടാരം അടിച്ചിരുന്നു. ലാബാനും തൻ്റെ സഹോദരന്മാരുമായി ഗിലെയാദ് പർവ്വതത്തിൽ കൂടാരമടിച്ചു. ലാബാൻ യാക്കോബിനോട് പറഞ്ഞത്, നീ എന്നെ ഒളിച്ചു പൊയ്ക്കളയുകയും എൻ്റെ പുത്രിമാരെ വാളാൽ പിടിച്ചവരെ പോലെ കൊണ്ടുപോകുകയും ചെയ്തതെന്ത്? നീ എന്നെ തോൽപ്പിച്ചു രഹസ്യമായിട്ട് ഓടിപ്പോകുകയും ഞാൻ സന്തോഷത്തോടും സംഗീതത്തോടും മൂരജത്തോടും വീണയോടും കൂടെ നിന്നെ അയപ്പാൻ തക്കവണ്ണം എന്നെ അറിയിക്കാതിരിക്കുകയും എൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചുംബിപ്പാൻ എനിക്ക് ഇട തരാതിരിക്കുകയും ചെയ്തത് എന്ത്? ഭോഷത്വമാകുന്നു നീ ചെയ്തത്. നിങ്ങളോട് ദോഷം ചെയ്യുവാൻ എൻ്റെ പക്കൽ ശക്തിയുണ്ട്. എങ്കിലും നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് നിങ്ങളുടെ പിതാവിൻ്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ആകട്ടെ, നിന്റെ പിതൃഭവനത്തിനായുള്ള അതിവാഞ്ചയാൽ നീ പുറപ്പെട്ടു പോന്നു. എന്നാൽ എൻ്റെ ദേവന്മാരെ മോഷ്ടിച്ചതെന്തിന്? യാക്കോബ് ലാബാനോട്, പക്ഷേ നിന്റെ പുത്രിമാരെ നീ എൻ്റെ പക്കൽ നിന്ന് അപഹരിക്കും എന്ന് ഞാൻ ഭയപ്പെട്ടു. എന്നാൽ നീ ആരുടെ പക്കലെങ്കിലും നിന്റെ ദേവന്മാരെ കണ്ടാൽ അവൻ ജീവനോടെ ഇരിക്കരുത്. എൻ്റെ പക്കൽ നിന്റെ വക വല്ലതുമുണ്ടോ എന്ന് നീ നമ്മുടെ സഹോദരന്മാർ കാണിക്കെ നോക്കിയെടുക്ക എന്നുത്തരം പറഞ്ഞു. റാഹേൽ അവയെ മോഷ്ടിച്ചത് യാക്കോബ് അറിഞ്ഞില്ല. അങ്ങനെ ലാബാൻ യാക്കോബിൻ്റെ കൂടാരത്തിലും ലേയയുടെ കൂടാരത്തിലും 2 ദാസിമാരുടെ കൂടാരത്തിലും ചെന്ന് നോക്കി. ഒന്നും കണ്ടില്ല താനും. അവൻ ലേയയുടെ കൂടാരത്തിൽ നിന്ന് ഇറങ്ങി റാഹേലിൻ്റെ കൂടാരത്തിൽ ചെന്നു. എന്നാൽ റാഹേൽ വിഗ്രഹങ്ങളെ എടുത്ത് ഒട്ടകക്കോപ്പിനകത്ത് ഇട്ട് അതിന്മേലിരിക്കുകയായിരുന്നു. ലാബാൻ കൂടാരത്തിലൊക്കെയും
തിരഞ്ഞു നോക്കി, കണ്ടില്ല താനും. അവൾ അപ്പനോട്, യജമാനൻ കോപിക്കരുതേ, നിന്റെ മുമ്പാകെ എഴുന്നേൽപ്പാൻ എനിക്ക് കഴിവില്ല. സ്ത്രീകൾക്കുള്ള മുറ എനിക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ശോധന കഴിച്ചു, ഗൃഹവിഗ്രഹങ്ങളെ കണ്ടില്ല താനും. അപ്പോൾ യാക്കോബിന് കോപം ജ്വലിച്ചു. അവൻ ലാബാനോട് വാദിച്ചു. യാക്കോബ് ലാബാനോട് പറഞ്ഞത് എന്തെന്നാൽ, എൻ്റെ കുറ്റം എന്ത്? നീ ഇത്ര ഉഗ്രതയോടെ എൻ്റെ പിന്നാലെ ഓടി വരേണ്ടതിന് എൻ്റെ തെറ്റെന്ത്? നീ എൻ്റെ സാമാനമൊക്കെയും ശോധന കഴിച്ചുവല്ലോ. നിന്റെ വീട്ടിലെ സാമാനം വല്ലതും കണ്ടുവോ? എൻ്റെ സഹോദരന്മാർക്കും നിന്റെ സഹോദരന്മാർക്കും മുമ്പാകെ ഇവിടെ വയ്ക്കുക. അവർ നമുക്ക് ഇരുവർക്കും മധ്യേ വിധിക്കട്ടെ. ഈ 20 സംവത്സരം ഞാൻ നിന്റെ അടുക്കൽ പാർത്തു. നിന്റെ ചെമ്മരിയാടുകൾക്കും കോലാടുകൾക്കും ചനനാശം വന്നിട്ടില്ല. നിന്റെ കൂട്ടത്തിലെ ആട്ടുകൊറ്റന്മാരെ ഞാൻ തിന്നുകളഞ്ഞിട്ടുമില്ല. ദുഷ്ടമൃഗം കടിച്ചു കീറിയതിനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാതെ ഞാൻ അതിന് ഉത്തരവാദിയായിരുന്നു. പകൽ കളവ് പോയതിനെയും രാത്രി കളവ് പോയതിനെയും നീ എന്നോട് ചോദിച്ചു. ഇങ്ങനെയായിരുന്നു എൻ്റെ വസ്തുത. പകൽ വെയിൽ കൊണ്ടും രാത്രി ശീതം കൊണ്ടും ഞാൻ ക്ഷയിച്ചു. എൻ്റെ കണ്ണിന് ഉറക്കമില്ലാതെയായി. ഈ 20 സംവത്സരം ഞാൻ നിന്റെ വീട്ടിൽ പാർത്തു. 14 സംവത്സരം നിന്റെ 2 പുത്രിമാർക്കായിട്ടും 6 സംവത്സരം നിന്റെ ആട്ടിൻകൂട്ടത്തിനായിട്ടും നിന്നെ സേവിച്ചു. 10 പ്രാവശ്യം നീ എൻ്റെ പ്രതിഫലം മാറ്റി. എൻ്റെ പിതാവിൻ്റെ ദൈവമായി അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ഭയവുമായവൻ എനിക്ക് ഇല്ലാതിരുന്നുവെങ്കിൽ നീ ഇപ്പോൾ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു. ദൈവം എൻ്റെ കഷ്ടതയും എൻ്റെ കൈകളുടെ പ്രയത്നവും കണ്ടു കഴിഞ്ഞ രാത്രി ന്യായം വിധിച്ചു. ലാബാൻ യാക്കോബിനോട്, പുത്രിമാർ എൻ്റെ പുത്രിമാർ, മക്കൾ എൻ്റെ മക്കൾ, ആട്ടിൻകൂട്ടം എൻ്റെ ആട്ടിൻകൂട്ടം. നീ കാണുന്നതൊക്കെയും എനിക്കുള്ളതു തന്നെ. ഈ എൻ്റെ പുത്രിമാരോടോ അവർ പ്രസവിച്ച മക്കളോടോ ഞാൻ ഇന്ന് എന്തു ചെയ്യും? ആകയാൽ വരിക, ഞാനും നീയും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യുക. അതെനിക്കും നിനക്കും മധ്യേ സാക്ഷിയായിരിക്കട്ടെ എന്നുത്തരം പറഞ്ഞു. അപ്പോൾ യാക്കോബ് ഒരു കല്ലെടുത്ത് തൂണായി നിർത്തി. കല്ല് കൂട്ടുവിൻ എന്ന് യാക്കോബ് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു. അവർ കല്ലെടുത്ത് ഒരു കൂമ്പാരമുണ്ടാക്കി. കൂമ്പാരത്തിന്മേൽ വച്ച് അവർ ഭക്ഷണം കഴിച്ചു. ലാബാൻ അതിന് യഗർ സഹദൂഥ, സാക്ഷ്യത്തിൻ്റെ കൂമ്പാരം എന്ന് പേരിട്ടു. യാക്കോബ് അതിന് ഗലേദ, സാക്ഷ്യത്തിൻ്റെ കൂമ്പാരം എന്ന് പേരിട്ടു. ഈ കൂമ്പാരം ഇന്ന് എനിക്കും നിനക്കും മധ്യേ സാക്ഷി എന്ന് ലാബാൻ പറഞ്ഞു. അതുകൊണ്ടതിന് ഗലേദ് എന്നും മിസ്പ, കാവൽ മാടമെന്നും പേരായി. നാം തമ്മിൽ അകന്നിരിക്കുമ്പോൾ യഹോവ എനിക്കും നിനക്കും നടുവേ കാവലായിരിക്കട്ടെ. നീ എൻ്റെ പുത്രിമാരെ ഉപദ്രവിക്കുകയോ എൻ്റെ പുത്രിമാരെ അല്ലാതെ വേറെ സ്ത്രീകളെ പരിഗ്രഹിക്കുകയോ ചെയ്യുമെങ്കിൽ നമ്മോട് കൂടെ ആരുമില്ല. നോക്കുക, ദൈവം തന്നെ എനിക്കും നിനക്കും മധ്യേ സാക്ഷി എന്ന് അവൻ പറഞ്ഞു. ലാബാൻ പിന്നെയും യാക്കോബിനോട്, ഇതാ ഈ കൂമ്പാരം, ഇതാ എനിക്കും നിനക്കും മധ്യേ നിർത്തിയ തൂൺ. ദോഷത്തിനായി ഞാൻ ഈ കൂമ്പാരം കടന്ന് നിന്റെ അടുക്കൽ വരാതെയും നീ ഈ കൂമ്പാരവും ഈ തൂണും കടന്ന് എൻ്റെ അടുക്കൽ വരാതെയും ഇരിക്കേണ്ടതിന് ഈ കൂമ്പാരവും സാക്ഷി, ഈ തൂണും സാക്ഷി. അബ്രഹാമിൻ്റെ ദൈവവും നാഹോരിൻ്റെ ദൈവവും അവരുടെ പിതാവിൻ്റെ ദൈവവുമായവൻ നമുക്ക് മധ്യേ വിധിക്കട്ടെ എന്ന് പറഞ്ഞു. യാക്കോബ് തൻ്റെ പിതാവായ ഇസ്ഹാക്കിൻ്റെ ഭയമായവനെ ചൊല്ലി സത്യം ചെയ്തു. പിന്നെ യാക്കോബ് പർവ്വതത്തിൽ യാഗമർപ്പിച്ചു ഭക്ഷണം കഴിപ്പാൻ തൻ്റെ സഹോദരന്മാരെ വിളിച്ചു. അവർ ഭക്ഷണം കഴിച്ചു പർവ്വതത്തിൽ രാപാർത്തു. ലാബാൻ അതികാലത്ത് എഴുന്നേറ്റ് തൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചുംബിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത ശേഷം അവിടെ നിന്ന് പുറപ്പെട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ഉൽപ്പത്തി അധ്യായം 32. യാക്കോബ് തൻ്റെ വഴിക്കു പോയി. ദൈവത്തിൻ്റെ ദൂതന്മാർ അവൻ്റെ എതിരെ വന്നു. യാക്കോബ് അവരെ കണ്ടപ്പോൾ ഇത് ദൈവത്തിൻ്റെ സേന എന്ന് പറഞ്ഞു. ആ സ്ഥലത്തിന് മഹനയീം എന്ന് പേരിട്ടു. അനന്തരം യാക്കോബ് ഏദോം നാടായ സേയീർ ദേശത്ത് തൻ്റെ സഹോദരനായ ഏശാവിൻ്റെ അടുക്കൽ തനിക്കു മുമ്പായി ദൂതന്മാരെ അയച്ചു.
അവരോട് കൽപ്പിച്ചതെന്തെന്നാൽ, എൻ്റെ യജമാനനായ ഏശാവിനോട് ഇങ്ങനെ പറവിൻ, നിന്റെ അടിയാൻ യാക്കോബ് ഇപ്രകാരം പറയുന്നു, ഞാൻ ലാബാൻ്റെ അടുക്കൽ പരദേശിയായി പാർത്ത് ഇന്നുവരെ അവിടെ താമസിച്ചു. എനിക്ക് കാളയും കഴുതയും ആടും ദാസീദാസന്മാരുമുണ്ട്. നിനക്കെന്നോട് കൃപ തോന്നേണ്ടതിനാകുന്നു യജമാനനെ അറിയിപ്പാൻ ആളയക്കുന്നത്. ദൂതന്മാർ യാക്കോബിൻ്റെ അടുക്കൽ മടങ്ങി വന്നു. ഞങ്ങൾ നിന്റെ സഹോദരനായ ഏശാവിൻ്റെ അടുക്കൽ പോയി വന്നു. അവൻ 400 ആളുമായി നിന്നെ എതിരേൽപ്പാൻ വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് ഏറ്റവും ഭ്രമിച്ചു പരവശനായി തന്നോട് കൂടെ ഉണ്ടായിരുന്ന ജനത്തെയും ആടുകളെയും കന്നുകാലികളെയും ഒട്ടകങ്ങളെയും 2 കൂട്ടമായി വിഭാഗിച്ചു. ഏശാവ് ഒരു കൂട്ടത്തിൻ്റെ നേരെ വന്ന് അതിനെ നശിപ്പിച്ചാൽ മറ്റേ കൂട്ടത്തിന് ഓടിപ്പോകാമല്ലോ എന്ന് പറഞ്ഞു. പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചത്, എൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും എൻ്റെ പിതാവായ ഇസ്ഹാക്കിൻ്റെ ദൈവവുമായുള്ളവേ, നിൻ്റെ ദേശത്തെയും നിൻ്റെ ചാർച്ചക്കാരുടെയും അടുക്കലേക്കും മടങ്ങിപ്പോക. ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളിച്ചെയ്ത യഹോവേ, അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോട് കൂടി മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്. ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. എൻ്റെ സഹോദരനായ ഏശാവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. പക്ഷേ അവൻ വന്ന് എന്നെയും മക്കളോട് കൂടെ തള്ളയെയും നശിപ്പിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു. നീയോ, ഞാൻ നിന്നോട് നന്മ ചെയ്യും, നിന്റെ സന്തതിയെ പെരുപ്പം കൊണ്ട് എണ്ണിക്കൂടാത്ത കടൽക്കരയിലെ മണൽ പോലെ ആക്കുമെന്ന് അരുളി ചെയ്തുവല്ലോ. അന്ന് രാത്രി അവൻ അവിടെ പാർത്തു. തൻ്റെ പക്കലുള്ളതിൽ തൻ്റെ സഹോദരനായ ഏശാവിന് സമ്മാനമായിട്ട് 200 കോലാടിനെയും 20 കോലാട്ടുകൊറ്റനെയും 200 ചെമ്മരിയാടിനെയും 20 ചെമ്മരിയാട്ടുകൊറ്റനെയും കറവുള്ള 30 ഒട്ടകത്തെയും അവയുടെ കുട്ടികളെയും 40 പശുവിനെയും 10 കാളയെയും 20 പെൺകഴുതയെയും 10 കഴുതക്കുട്ടിയെയും വേർതിരിച്ചു. തൻ്റെ ദാസന്മാരുടെ പക്കൽ ഓരോ കൂട്ടത്തെ പ്രത്യേകമായി ഏൽപ്പിച്ചു. തൻ്റെ ദാസന്മാരോട്, നിങ്ങൾ എനിക്ക് മുമ്പായി കടന്നുപോയി അതത് കൂട്ടത്തിന് മധ്യേ ഇടയിടുവിൻ എന്ന് പറഞ്ഞു. ഒന്നാമത് പോകുന്നവനോട് അവൻ, എൻ്റെ സഹോദരനായ ഏശാവ് നിന്നെ കണ്ട്, നീ ആരുടെ ആൾ, എവിടെ പോകുന്നു, നിന്റെ മുമ്പിൽ പോകുന്ന ഇവ ആരുടെ വക എന്നിങ്ങനെ നിന്നോട് ചോദിച്ചാൽ, നിന്റെ അടിയാൻ യാക്കോബിൻ്റെ വകയാകുന്നു. ഇത് യജമാനനായ ഏശാവിന് അയച്ചിരിക്കുന്ന സമ്മാനം. അതാ അവനും പിന്നാലെ വരുന്നു എന്ന് നീ പറയണം എന്ന് കൽപ്പിച്ചു. 2-മത്തവനോടും 3-മത്തവനോടും കൂട്ടങ്ങളെ നടത്തിക്കൊണ്ടു പോകുന്ന എല്ലാവരോടും, നിങ്ങൾ ഏശാവിനെ കാണുമ്പോൾ ഇപ്രകാരം അവനോട് പറവിൻ, അതാ നിന്റെ അടിയാൻ യാക്കോബ് പിന്നാലെ വരുന്നു എന്നും പറവിൻ എന്ന് അവൻ കൽപ്പിച്ചു. എനിക്ക് മുമ്പായി പോകുന്ന സമ്മാനം കൊണ്ട് അവനെ ശാന്തമാക്കിയിട്ട് പിന്നെ ഞാൻ അവൻ്റെ മുഖം കണ്ടുകൊള്ളാം. പക്ഷേ അവന് എന്നോട് ദയ തോന്നുമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ സമ്മാനം അവൻ്റെ മുമ്പായി പോയി. അവനോ അന്ന് രാത്രി കൂട്ടത്തോടുകൂടെ പാർത്തു. രാത്രിയിൽ അവൻ എഴുന്നേറ്റ് തൻ്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യബ്ബോക്ക് കടവ് കടന്നു. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി. തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. അപ്പോൾ ഒരു പുരുഷൻ ഉഷസ്സാകുവോളം അവനോട് മല്ലു പിടിച്ചു. അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവൻ്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ലു പിടിക്കയിൽ യാക്കോബിൻ്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസ്സുദിക്കുന്നുവല്ലോ എന്നവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നവൻ പറഞ്ഞു. നിന്റെ പേരെന്ത് എന്നവൻ അവനോട് ചോദിച്ചതിന്, യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേരിനി യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്നവൻ പറഞ്ഞു. യാക്കോബ് അവനോട്, നിന്റെ പേർ എനിക്ക് പറഞ്ഞു തരേണം എന്നപേക്ഷിച്ചു. നീ എൻ്റെ പേർ ചോദിക്കുന്നത് എന്ത് എന്ന് അവൻ പറഞ്ഞു.
അവിടെ വച്ച് അവനെ അനുഗ്രഹിച്ചു. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞ് ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. എന്നാൽ തുടയുടെ ഉളുക്ക് നിമിത്തം അവൻ മുടന്തി നടന്നു. അവൻ യാക്കോബിൻ്റെ തുടയുടെ തടത്തിലെ ഞരമ്പ് തൊടുക കൊണ്ട് ഇസ്രായേൽ മക്കൾ ഇന്നുവരെയും തുടയുടെ തടത്തിലെ ഞരമ്പ് തിന്നാറില്ല.